ഒന്ന് വീണുപോയാൽ, ഒരു തെറ്റുപറ്റിയാൽ നമ്മെ കല്ലെറിയാൻ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. കൈപിടിച്ചുയർത്താൻ ചുരുക്കം ചിലരേ ഉണ്ടാവൂ. ജീവിതത്തിൽ വീണുപോയ അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിരുന്നു ചുറ്റുമുള്ളവരുടെ തീരുമാനം. ഒടുവിൽ ഗുരു പറഞ്ഞു, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഒരു കല്ലുപോലും അവളുടെ മേൽ പതിച്ചില്ല. സ്വന്തം കുറവുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കല്ലെറിയാൻ തുടങ്ങുമ്പോൾ ഓർക്കണം, ഒരിക്കൽ നീ വീണുപോയാൽ നിന്റെ കൂടെയുള്ളവർ തന്നെയായിരിക്കും ആദ്യം നിന്നെ കല്ലെറിയുന്നത്. അതെ, കുറവില്ലാത്തവരും പാപമില്ലാത്തവരും കല്ലെറിയട്ടെ. ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നതാണ്. വാർദ്ധക്യത്തിലെത്തിയിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. ഒടുവിൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പക്ഷേ അവനത് വിശ്വസിക്കാനായില്ല. കാരണം വാർദ്ധക്യത്തിൽ അതെങ്ങനെ സംഭവിക്കും എന്നതായിരുന്നു അവൻ്റെ സംശയം. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നവൻ മറന്നുപോയി. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. കാലങ്ങളായി ഒരു നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥന വാക്കുകളിൽ ഒതുങ്ങും. വിശ്വാസം നഷ്ടപ്പെടും. കാലം എത്രയായാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നീ അത്ഭുതം കാണുക തന്നെ ചെയ്യും.